മെർലിൻ ചേച്ചി സ്റ്റാച്ചു. പാറു സ്റ്റാച്ചു. മോളെ പാറു, ഞാനൊരു കാര്യം പറയാം, മോള് കേട്ടാ മതി. മുമ്പേ ഇവർ രണ്ടുപേരും എന്നോട് പറയുവാന്നേ, നമുക്ക് തമ്മിലെ ഒരു ധാരണയിലാവാം, സ്റ്റാച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും പറയണ്ടാന്ന്. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, കളിയിൽ കള്ളത്തരമൊന്നും കാണിക്കാൻ പാടില്ലെന്ന്. ഇനി ഈ സ്റ്റാച്ചു മാറി കഴിയുമ്പോഴേ അവര് ചിലപ്പോ വേണമെങ്കിൽ മോളോട് പറയും ഞാനാ അങ്ങനൊക്കെ പറഞ്ഞെന്ന്. മോളത് വിശ്വസിക്കല്ലേ കേട്ടോ. ചലനം 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 മാനവ ജീവിത പരിണാമത്തിൻ മയൂര സന്ദേശം. ചലനം 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 ചലനം. സ്റ്റാച്ചു കളി കാരണം വീട്ടിനകത്ത് കേറാൻ പറ്റത്തില്ലല്ലോ. ഞാനാണെങ്കിൽ അനങ്ങാതെ മടുത്ത് ഓരോന്നൊക്കെ എവിടുന്നാ വന്ന് സ്റ്റാച്ചു പറയുന്നതെന്ന് പോലും അറിഞ്ഞൂടാ. അയ്യോ അമ്മൂമ്മ, സ്റ്റാച്ചു ആരെങ്കിലും വന്ന സ്റ്റാച്ചു തന്നെയാണോ ഇങ്ങനെ? ആരാ സ്റ്റാച്ചു പറഞ്ഞേ? ആരായാലും നന്നായി. ഇതെന്തൊരു ബോസ് വിമാനത്തില് സിഗ്നല് കാണിക്കാൻ നിൽക്കുന്നു. ചലനം 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 അമ്മമ്മേ എടിങ്കടി കടിങ്കടി 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 കടി. വിപ്ലവം ജയിക്കട്ടെ. ആരെ കാണുന്നില്ലല്ലോ. കണ്ട പ്രശ്ന. ലച്ചു ലച്ചു ലച്ചു, നീ എന്തായാലും വന്നു കയറുമെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കട്ടിലിന്റെ അടി ഒളിച്ചിരുന്നത്. ആഹാ, അരമണിക്കൂർ കഴിഞ്ഞില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ റൂമിലേക്ക് പമ്മി പമ്മി വന്നത്. ആ, അരമണിക്കൂർ കഴിഞ്ഞ് ലച്ചു, നീ എന്നെ സ്റ്റാച്ചു പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് നീ പമ്മി പമ്മി വരുമെന്ന് എനിക്കറിയായിരുന്നു. ഈ കളിക്ക് നിന്നിടയിൽ വഴക്കുണ്ടാക്കാവുന്ന എന്നെ കൊണ്ട് വയ്യ കേട്ടാ. ശരി, വഴക്കുണ്ടാക്കണ്ട. എന്നാ ഞാൻ ഒരു ഐഡിയ പറയട്ടോ. എന്താ ഐഡിയ? ചുറ്റും നോക്കിയാ ഈ പാറ പമ്മി പമ്മി നിൽക്കും, അന്നങ്ങ് സ്റ്റാച്ചുവും പറയും. അമ്മ പറയാൻ വന്ന കാര്യം പറ. നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കാം. എന്ത് എഗ്രിമെന്റ്? നീ എന്റെ അടുത്തും ഞാൻ നിന്റെ അടുത്തും സ്റ്റാച്ചു പറയാൻ പാടില്ല. അതുകൊണ്ട് എന്താ കാര്യം? അപ്പൊ അത്രയും പ്രശ്നം ഒതുങ്ങി കിട്ടിയില്ലേ? പക്ഷെ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? ഇത് വേറെ ആരും അറിയരുത്, നമ്മൾ മാത്രമേ അറിയാവൂ. ആരും അറിയാതെ നീയും കൂടെ നോക്കിയാൽ മതി, പ്രത്യേകിച്ച് ആ പാറു. അപ്പൊ ഡീൽ ഡീൽ. കൊള്ളാം, നിങ്ങളുടെ ഡീല് കൊള്ളാം. കളിയിൽ അലിമ്പാണിച്ച ഇങ്ങനെ ഇരിക്കും. 5 മിനിറ്റ് അങ്ങനെ തന്നെ നിൽക്കും. ഇനിയും ഇതിന്റെ അടി തന്നെ സേഫ്. സ്റ്റാച്ചു ആയിരുന്നു. രണ്ടും നിൽക്കണം, ഇപ്പൊ നോക്ക്, അത് തന്നെ വേണം. രണ്ടിലോട്ടേ രണ്ട് കൊടുക്കാൻ പറ്റിയ അവസരം അല്ലേ?
കൊള്ളാം. മെർലിൻ സ്റ്റാച്ചു. ஆஹா 3 ஸ்டாச்சு எங்கிட்ட விளையாடினா இப்படிதான் இருக்கும். நிக்கிற நிப்ப பாரு, சூப்பர். സ്റ്റാച്ചു 1 2 3 4 4 സ്റ്റാച്ചുകൾ. കൊള്ളാം. 6 സ്റ്റാച്ചു. എന്തോടി നീ പറഞ്ഞേ? വിപ്ലവം ജയിക്കട്ടെന്നോ? വിപ്ലവം ജയിക്കട്ടെടി. എല്ലാം ഇവിടെ നിൽക്ക് കേട്ടോ. ആഹാ എന്ത് രസം കാണാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.